Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 വഴിവിളക്ക്. സ്നേഹം. ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. മലയാളത്തിലെ പ്രശസ്ത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണ് ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ വരികളിൽ ലോകമേ തറവാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകത്തെ മുഴുവനായും ഒന്നായി കാണുന്നു. ലോകമെന്ന തറവാട്ടിൽ നമുക്ക് കുടുംബക്കാരായി മറ്റാരെല്ലാമുണ്ട്? ചെടികളും പുൽകളും പുഴുക്കളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം നമ്മുടെ കുടുംബക്കാരാണ്. ലോകമാവുന്ന തറവാട്ടിലെ അംഗങ്ങളാണ് എല്ലാവരും. എല്ലാവരും ഒന്നാണ്. ഇവരെ എല്ലാവരെയും കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങൾ കരുതുന്നുണ്ടോ? ചെടികളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ? കൂടുതൽ സ്നേഹം എന്തിനോടാണ്? കിളിമാനൂർ രമാകാന്തൻ രചിച്ച സ്നേഹം എന്ന കവിതയാണ് പാഠഭാഗം. സ്നേഹം സർവചരാചരങ്ങളെയും സ്നേഹിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സ്നേഹത്തോടെയും അലിവോടെയും നോക്കിക്കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ചിത്രം നോക്കൂ. ഈ മാമനും കുട്ടികളും ആകാശത്തെ നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താവാം? നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം. സ്നേഹം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരെന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇവിടെ സ്നേഹിച്ചതാദ്യമായെന്തിനെ, ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നഭസ്സിനെ, മധുരമൂറും മനുഷ്യവചസ്സിനെ, കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസ്സിനെ, അലിവു കാട്ടുന്ന കാർമേഘപാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. നിങ്ങളെപ്പോലെ സ്നേഹം എന്ന കവിതയിലെ കുട്ടി ആരെയൊക്കെ ആയിരിക്കും സ്നേഹിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇവിടെ ആദ്യമായി ഞാൻ ആരെയാണ് സ്നേഹിച്ചത്? എൻ്റെ അമ്മയെയാണോ? മിഴികളിൽ ചുണ്ടു ചേർത്തൊരന്നമ്മയെ, മിഴികളിൽ കണ്ണുകളിൽ സ്നേഹലാളനങ്ങൾ കൊണ്ട് എന്നെ ഉമ്മ വെച്ച അമ്മയെയാണോ ഞാൻ ആദ്യമായി സ്നേഹിച്ചത്? കവിത ചൊല്ലി പഠിപ്പിച്ച എൻ്റെ അച്ഛനെയോ അതോ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെയോ? വഴിയൊരുക്കുക. വഴിയൊരുക്കുന്നത് ആരാണ്? ഗുരുവാണ്. ഓരോ കുട്ടിയുടെയും മനസ്സറിഞ്ഞ് നേർവഴിക്ക് നയിക്കുന്നതാണ് ഗുരു. ഇവിടെ സ്നേഹിച്ചത് ആദ്യമായി എന്തിനെയാണ് ഞാൻ? ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ. ചുവടുറപ്പിച്ച് നടക്കാൻ നമ്മെ സഹായിച്ചത് നമ്മുടെ ഭൂമിയാണ്.
മണ്ണാണ്. ഉറച്ച ചുവടുമായി ഒരിടത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ചത് ഭൂമിയാണ്. ചുവട് താങ്ങി തുണച്ചൊരീ മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നഭസിനെ. നഭസ് ആകാശമാണ്. മധുരമൂറും മനുഷ്യവചസ്സിനെ. വചസ് വാക്ക്. ജനനത്തോടെ കണ്ട ഈ ആകാശത്തെയാണോ, പിറവിയോടൊത്തു കണ്ട ഈ ആകാശത്തെയാണോ, മധുരമൂറുന്ന മനുഷ്യന്റെ വാക്കിനെയാണോ, അതോ കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ? മുഗ്ധം മനോഹരം. കിളികൾ വാഴ്ത്തുന്ന മനോഹര രാഗത്തിനെയാണോ, കുളിര് ചൂടുന്ന സുപ്രഭാതത്തിനെ, തണുപ്പുള്ള പ്രഭാതത്തിനെയാണോ? ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ. ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, അസ്തമയ സൂര്യന്റെ ചുവപ്പിനാൽ മുങ്ങി നിൽക്കുന്ന സന്ധ്യയെയാണോ, അതോ ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ? ഇരുളു നീക്കുന്ന, ഇരുട്ടിനെ അകറ്റുന്ന സൗവർണ സൂര്യൻ, പൊന്നിൻ പ്രഭയുള്ള സൂര്യനെയാണോ? അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസിനെ. ഇന്ദ്രധനുസ് മഴവില്ലാണ്. അഴകിൽ മുങ്ങിയ മഴവില്ലിനെയാണോ, ഭംഗിയേറിയ മഴവില്ലിനെയാണോ? അലിവു കാട്ടുന്ന കാർമേഘപാളിയെയാണോ? അലിവു കാട്ടുക, ദയ കാണിക്കുക. കാർമേഘപാളി എങ്ങനെയാണ് അലിവു കാട്ടുന്നത്? ഒരിറ്റു ദാഹജലത്തിനായി കാത്തു നിൽക്കുന്ന ജീവജാലങ്ങളോട് ദയ കാട്ടുന്നതും മഴ പെയ്ച്ച് ദാഹം മാറ്റുന്നതും ആരാണ്? കാർമേഘമാണ്. അലിവു കാട്ടുന്ന കാർമേഘപാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെ, അഴലകറ്റുവാൻ എത്തും പകലിനെ. നിഴൽ നിരത്തുന്ന നിശബ്ദമായ രാത്രിയെയാണോ, അതോ ദുഃഖമകറ്റുവാൻ എത്തുന്ന പകലിനെയാണോ? ആരെയാണ് ഞാനിവിടെ ആദ്യമായി സ്നേഹിച്ചത്? നിങ്ങളെപ്പോലെ സ്നേഹം എന്ന കവിതയിലെ കുട്ടി ആരെയൊക്കെ ആയിരിക്കും സ്നേഹിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കൂ. സ്നേഹിച്ചു ലാളിച്ചു വളർത്തിയ അമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ച അച്ഛനെ, നേർവഴി ഒരുക്കിത്തന്ന ഗുരുവിനെ. പിന്നെ എന്തിനെയൊക്കെയാണ്? ചുവട് താങ്ങി തുണച്ചൊരീ മണ്ണിനെ, ചുവടുറപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച ഭൂമിയെ, പിറവിയോടത്തു കണ്ട നഭസിനെ, പിന്നെയോ ആകാശത്തെ, മനുഷ്യന്റെ വാക്കിനെ, മധുരമൂറുന്ന മനുഷ്യന്റെ വാക്കിനെ, കിളികൾ വാഴ്ത്തുന്ന മനോഹര രാഗത്തിനെ, തണുപ്പേറിയ പ്രഭാതത്തിനെ, കുളിര് ചൂടുന്ന പ്രഭാതത്തിനെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, സന്ധ്യയെ, ആകാശത്തിനെ, ഭൂമിയെ, മനുഷ്യന്റെ മധുരമൂറുന്ന വാക്കുകളെ, കിളിയുടെ മനോഹര രാഗത്തെ, തണുപ്പുള്ള പ്രഭാതത്തെ, സന്ധ്യയെ, ഇരുട്ടിനെ അകറ്റുന്ന പൊന്നിൻ സൂര്യനെ, പിന്നെയോ മഴവില്ലിനെ, അഴകിൽ മുങ്ങിയ മനോഹരമായ മഴവില്ലിനെ, കാർമേഘത്തെ, നിശബ്ദമായ ഇരുട്ട് നിറഞ്ഞ രാത്രിയെ, പിന്നെയോ ദുഃഖമകറ്റുവാനെത്തുന്ന പകലിനെ. നഭസ് ആകാശം, വചസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം. കണ്ടെത്താം, പറയാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? എങ്ങനെയാണ്? സ്നേഹലാളനങ്ങളോടെ അമ്മ വളർത്തി. അച്ഛൻ കവിതകൾ ചൊല്ലിപ്പഠിപ്പിച്ചു. അറിവ് പകർന്ന് നേരായ പാതയിൽ നയിച്ചത് ഗുരുവാണ്. പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? ഏതൊക്കെയാണ്? കിളികൾ വാഴ്ത്തുന്ന മനോഹര രാഗത്തെ, കുളിര് ചൂടുന്ന സുപ്രഭാതത്തിനെ, തണുപ്പുള്ള പ്രഭാതത്തിനെ, പിന്നെയോ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ,
അസ്തമയ സൂര്യന്റെ ചുവപ്പിൽ മുങ്ങി നിൽക്കുന്ന സന്ധ്യയെ വേറെ എന്തിനൊക്കെയാണ്? നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരിയേത്? ഏതാണ്? ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ. ഏതാണ്? ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ. കൂട്ടിച്ചേർക്കാം. ഉദാഹരണം തന്നിരിക്കുന്നു. കുളിര് ചൂടുന്നു. കുളിര് ചൂടുന്നത് എന്താണ്? സുപ്രഭാതമാണ്. കുളിര് ചൂടുന്നു, സുപ്രഭാതം. അടുത്തത് മുഗ്ധരാഗം എന്ന് തന്നിട്ടുണ്ട്. എന്താണ് അവിടെ വരിക? കിളികൾ വാഴ്ത്തുന്നു. കിളികൾ വാഴ്ത്തുന്നു, മുഗ്ധരാഗം. അടുത്തതോ? സന്ധ്യയെ ചുവപ്പിക്കുന്നു. സന്ധ്യയെ ചുവപ്പിക്കുന്നത് എന്താണ്? ഹൃദയരാഗം. ഹൃദയരാഗം സന്ധ്യയെ ചുവപ്പിക്കുന്നു. അടുത്തതോ? സൗവർണ സൂര്യൻ. സൗവർണ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? ഇരുളു നീക്കുന്നു. ഇരുളു നീക്കുന്നു, സൗവർണ സൂര്യൻ. അഴകിൽ മുങ്ങുന്നു. അഴകിൽ മുങ്ങുന്നത് എന്താണ്? ഇന്ദ്രധനുസ്. മഴവില്ലാണല്ലേ? അഴകിൽ മുങ്ങുന്നു, ഇന്ദ്രധനുസ്. അടുത്തത് കാർമേഘം. കാർമേഘമോ? അലിവ് കാട്ടുന്നു. അലിവ് കാട്ടുന്നു, കാർമേഘം. വേറെ ഏതെഴുതാം? അഴലകറ്റുന്നു. അഴലകറ്റുന്നത് എന്താണ്? പകൽ. അഴലകറ്റുന്നു, പകൽ. ആശയം എഴുതാം. അലിവു കാട്ടുന്ന കാർമേഘപാളിയെ. എന്താണ് ആ വരികളുടെ അർത്ഥം? അലിവു കാട്ടുക എന്നാൽ ദയ കാണിക്കുക. കാർമേഘപാളി, കാർമേഘം എങ്ങനെയാണ് അലിവു കാണിക്കുന്നത്, ദയ കാണിക്കുന്നത്? ഒരിറ്റു ദാഹജലത്തിനായി കാത്തു നിൽക്കുന്ന ജീവജാലങ്ങളോട് ദയ കാട്ടുന്നതും മഴ പെയ്യിച്ച് ദാഹം മാറ്റുന്നതും ആരാണ്? കാർമേഘമാണ്. വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ആരാണ് ഗുരു? നമ്മെ നേർവഴിക്ക് നയിക്കുന്നയാൾ, നമുക്ക് അറിവ് പകർന്നു തരുന്ന ആളാണ് അധ്യാപകൻ, ഗുരു. ഗുരു എങ്ങനെയാണ് വഴിയൊരുക്കിയത്? ഓരോ കുട്ടിയുടെയും മനസ്സറിഞ്ഞ് അവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. പഠിക്കുക എന്നത് കുട്ടി ചെയ്യേണ്ട കാര്യമാണ്. ഓരോ കുട്ടിയുടെയും മനസ്സറിഞ്ഞ് അവരെ നേരായ പാതയിലേക്ക് നയിക്കുകയാണ് ഗുരുവിന്റെ ജോലി. വഴിയൊരുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. മധുരമൂറും മനുഷ്യവചസ്സിനെ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മഹാന്മാരുടെ നല്ല വാക്കുകളാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. മഹാന്മാരുടെ മാധുര്യമേറുന്ന നല്ല വാക്കുകൾ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. പദശേഖരം. പാഠത്തിൽ നിന്ന് പുതിയതായി പഠിച്ച പദങ്ങൾ പദശേഖരത്തിൽ ചേർക്കുക. രാഗം. രാഗമെന്നാൽ സ്നേഹമെന്നാണ്. മാനം, നഭസ്. പുതിയതായി പഠിച്ച മറ്റു വാക്കുകൾ കൂട്ടുകാർ എഴുതി ചേർക്കുക. ചൊല്ലാം, എഴുതാം. പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലൂ. മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികൾ എഴുതൂ. പുല്ലുമെടഞ്ഞാൽ പായുണ്ടാകും, കല്ലുപണിഞ്ഞാൽ കെട്ടിടമുണ്ടാം. പഞ്ഞികൾ നൂൽത്താൽ നൂലുണ്ടാകും, നൂലുകൾ നെയ്താൽ മുണ്ടായിടും. ചകിരി പിരിച്ചാൽ എന്താണ് ഉണ്ടാവുക? കയറുണ്ടാകും. പുല്ലുമെടഞ്ഞാലാണ് പായുണ്ടാവുന്നത്. കല്ലു കെട്ടി പടുക്കുമ്പോഴാണ് കെട്ടിടമുണ്ടാവുന്നത്. പഞ്ഞിയിൽ നിന്നാണ് നൂലുണ്ടാക്കുന്നത്. നൂലുകൾ നെയ്താൽ മുണ്ടായിടും.
ചകിരി പിരിച്ചാൽ കയറുണ്ടാകും. അടുത്ത വരി നോക്കൂ. കൊരുത്താൽ മാലയുമുളവാം. എന്തു കൊരുത്താലാണ് മാലയുണ്ടാക്കാൻ സാധിക്കുക? പൂക്കൾ. പൂക്കൾ കൊരുത്താൻ മാലയുമുളവാം. മണ്ണുമെനഞ്ഞാൽ കലമുണ്ടാകും. തുണികൾ ഇണച്ചാൽ, തുണികൾ ചേർത്ത് വെച്ചാണ് എന്തുണ്ടാക്കുന്നത്? കുപ്പായം, ഉടുപ്പുണ്ടാക്കുന്നത്. പൂക്കൾ കൊരുത്താൽ മാലയുമുളവാം, തുണികൾ ഇണച്ചാൽ കുപ്പായവുമാം. മറ്റു 4 വരികൾ എങ്ങനെ എഴുതി ചേർക്കാം? ആളുകൾ ചേർന്നാൽ പട്ടാളവുമാം, താളുകൾ ചേർന്നാൽ പുസ്തകമാകും. അക്ഷരമൊന്നായി ചേർന്നാൽ വാക്കാം, വാക്കുകൾ ചേർന്നാൽ വാചകമുളവാം. പുല്ലുമെടഞ്ഞാൽ പായുണ്ടാകും, കല്ലു പണിഞ്ഞാൽ കെട്ടിടമുണ്ടാം. പഞ്ഞികൾ നൂറ്റാൽ നൂലുണ്ടാകും, നൂലുകൾ നെയ്താൽ മുണ്ടായിടും. ചകിരി പിരിച്ചാൽ കയറുണ്ടാകും, പൂക്കൾ കൊരുത്താൻ മാലയുമുളവാം. തുണികളിണച്ചാൽ കുപ്പായവുമാം, ആളുകൾ ചേർന്നാൽ പട്ടാളവുമാം. താളുകൾ ചേർന്നാൽ പുസ്തകമാകും, അക്ഷരമൊന്നായി ചേർന്നാൽ വാക്കാം, വാക്കുകൾ ചേർന്നാൽ വാചകമുളവാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.